പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കടലപ്പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമായിരിക്കും ഈ വീഡിയോയിൽ ഉടനീളം ഉള്ളത്. അപ്പോൾ വീഡിയോ കാണുന്ന മുമ്പേ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ആ ബെല്ലും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? അപ്പം കടലപ്പായസം ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം. കടലപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി കടല കഴുകിയാണ്. രാവിലെ നല്ല ഭംഗിയായിട്ട് കഴുകി എടുക്കണം കടലപ്പായസം ഉണ്ടാക്കാൻ വേണ്ടി. എന്നിട്ടാണ് കടല അവിക്കാൻ. ഇനി കടല കുക്കറിലേക്ക് ഇടണം അവിക്കാൻ വേണ്ടി. അവിക്കാൻ വേണ്ടി വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതാ അവിക്കാൻ വേണ്ടി കുക്കർ വെക്കുകയാണ്. തീ കത്തിച്ചു. ഇനി ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് കാണാം. നല്ല രീതിയിൽ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. ഇനി വെന്തതിന് ശേഷം കാണാം. കടല അവിച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. ഇനി ഇത് മിക്സിയിലിട്ട് ഒന്ന് അടിക്കണം. മിക്സിയിൽ അടിക്കുന്നുണ്ട്. അരച്ചെടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ. അതുകൊണ്ടില്ലേ ഇപ്പൊ ഇതെല്ലാം ഒന്ന് അരച്ച് തീർന്നിട്ട് നമുക്ക് കാണാം. എല്ലാം അരച്ച് തീർന്നിട്ടുണ്ട് കണ്ടില്ലേ. ഇനി നമുക്ക് ശർക്കര പാവ് കാച്ചണം. ശർക്കര പാവ് കാച്ചാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. തീയും കൊളുത്തി അങ്ങനെ ശർക്കര വെച്ചിട്ടുണ്ട്. ഇനി പാവ് ഒന്ന് കാച്ചതിന് ശേഷം നമുക്ക് കാണാം. ഇങ്ങനെ പാവായിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി അലിയാനുണ്ട്. അപ്പോൾ ആയിട്ട് കാണാം. അങ്ങനെ കടലപ്പായസത്തിന്റെ പാത്രം അടുപ്പിൽ കയറ്റിയിട്ടുണ്ട്. കണ്ടില്ലേ അങ്ങനെ ചൂടായി വരുന്നുണ്ട്. ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഇനി പാവ് കാച്ചിയത് അരിച്ചൊഴിച്ചു കൊടുക്കണം. മണ്ണുണ്ടാവും അല്ലെങ്കിൽ ശർക്കര ഇല്ല. അതുകൊണ്ടാണ് അരിച്ചൊഴിക്കുന്നത്. അരിച്ചു വെച്ചിരിക്കുന്നു. മണ്ണുണ്ട്, നല്ല മണ്ണുണ്ട് ശർക്കരയ്ക്ക്. പാവിച്ച് ചൗരി ഇട്ട് കൊടുക്കുകയാണ്. ചൗരിയുടെയാണ്. നല്ല തിളയ്ക്കുന്നുണ്ട്. എങ്ങനെ ചൗരി നമ്മൾ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ചൗരിയൊക്കെ ഇട്ട് ഒരു പരുവത്തിലെത്തും. അത് തന്നെയാണ് ഇതിന്റെ കാഴ്ച. പായസം വെക്കുന്നതാണ് നമ്മൾ എടുത്തോണ്ടിരിക്കുന്നത്. കടലപ്പായസമാണ് നമ്മൾ വെക്കുന്നത്. അത് മറന്നു പോണ്ട. അപ്പം സൗകര്യമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കടല അതിലേക്ക് തട്ടിക്കൊടുക്കാം. അത് തന്നെയാണ് അതിൻ്റെ കാഴ്ച. ഇനി കടല തട്ടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കടലയൊക്കെ തട്ടി നമുക്ക് അതിന് ശേഷം കാണാം. നല്ല രീതിയിൽ ഒന്ന് വരട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് കാണാം. നമ്മളിതാ പാലൊഴിക്കുകയാണ് കടലയിൽ. തേങ്ങാപ്പാല് അങ്ങനെ ഒഴിക്കുകയാണ്. രണ്ടാം പാലാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ അതാണ് ഇതിലുള്ളത്. ഇതിനൊന്ന് ഇളക്കി നല്ല. ഇനി ഇതാ ഏലക്കായയുടെയാണ്. ഏലക്കായും കൂടി നമ്മൾ പായസത്തിൽ ഇട്ടിട്ടുണ്ട്. കടല നല്ല രീതിയിൽ കണ്ടില്ലേ തിളച്ച് വരുന്നുണ്ട്. നല്ല തിളച്ച് പൊങ്ങുന്നുണ്ട് കടല. കടലപ്രഥമൻ. അപ്പോൾ ഇനി കടലപ്രഥമനൊക്കെ ഇപ്പം ആവും. എന്നിട്ട് നല്ല രീതിയിൽ ഒരു ചാപ്പാട് കൊണ്ട് അത് തന്നെയാണ്.
ഏ ആ പഠിച്ചോളൂ. ഇനി ഒന്നാം പാല് അതിലങ്ങ് ആഡ് ചെയ്ത് ഒഴിക്കുകയാണ്. ഇതാ ഒന്നാം പാല് ഒഴിച്ച്. അപ്പോ ഇനി ഒന്ന് ഇതിനെ കുറുക്കിയെടുക്കണം. കടലപ്പായസം ഇവിടെ റെഡിയായി. ഇനി ഇതിനെ ഒന്ന് കടുവറുത്ത് എടുക്കണം. ഇനി അതിനുള്ള പരിപാടികളാണ് നോക്കുന്നത്. അതിന് ചീനിച്ചട്ടി വച്ചിട്ടുണ്ട്. ഇനിയിപ്പം അതിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കും. അതാ കടുവറുക്കാൻ വേണ്ടി നെയ്യ് ഒഴിക്കുകയാണ്. എല്ലാ നെയ്യും അതിലങ്ങ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യൊക്കെ ചൂടായി. അണ്ടിപ്പരിപ്പ് ഇടുകയാണ്. വേണ്ടില്ലേ, അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഒന്ന് കിണ്ടി കൊടുക്കണം. നല്ല കിരീരാന്നുള്ള ശബ്ദം കണ്ട അണ്ടിപ്പരിപ്പ് പായസത്തിലേക്ക് കോരിയിടുകയാണ്. എല്ലാം ഇങ്ങനെ കോരി ഇതിലേക്ക് അങ്ങ് തട്ടി കൊടുക്കണം. ഇനി ഇതാ മുന്തിരിങ്ങ ഇടണം. അപ്പുറത്തോട്ട് ഇടുന്നു. മുന്തിരി ഇട്ടിട്ടുണ്ട്. ഇനി ഈ മുന്തിരി ഒന്ന് പെരുവി വരണം. കുറച്ച് തേങ്ങയും കൂടി അതിലിട്ട് കൊടുക്കണം. അത് ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കടല പായസം റെഡിയാവും. മുന്തിരി ആയിട്ടുണ്ട്. മുന്തിരി കോരി അതിലേക്ക് ഇടണം. ഇനി പായസത്തിലേക്ക് തട്ടയണം. വേണ്ടില്ലേ, തേങ്ങ റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ഒഴിക്കുകയാണ്. പായസത്തിലേക്ക് അങ്ങ് ഒഴിച്ച് അപ്പോൾ ഒരു ഇളക്കങ്ങ് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ. അപ്പൊ കടലപ്പായസം അങ്ങനെ റെഡിയായി. വേണ്ടില്ലേ, കടലപ്പായസം റെഡി. അപ്പൊ കടലപ്പായസമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടില്ലേ, നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടൊക്കെ ഉണ്ട്. തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ഉണ്ട്. കൊള്ളാം. അപ്പം കടല പായസത്തിന്റെ വീഡിയോ ഇത്ര മാത്രമൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്തൊരു പുതിയ വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ.